2024 ഈ വർഷം നമ്മൾ ആപ്പിൾ യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല വർഷമാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണെന്നും എന്നാൽ ബോറിംഗ് ആയിട്ടുള്ള ഒരു വർഷമാണോ എന്ന് ചോദിച്ചാൽ ബോറിംഗ് ആകാൻ ചാൻസ് ഉള്ള ഒരു വർഷമാണ്. അതിലെ പോസിറ്റീവ് സൈഡ് ഞാൻ ആദ്യം പറയാം. അതാണ് iOS 18. iOS 18 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ iOS 7 ശേഷമുള്ള ഒരു മാസീവ് ആയിട്ടുള്ള റീഡിസൈനും മാസീവ് ആയിട്ടുള്ള ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും iOS 18 വിത്ത് സ്റ്റെബിലിറ്റി പെർഫോമൻസിലും അതോടൊപ്പം തന്നെ ബാറ്ററിയുടെ കാര്യത്തിലും ഇതുവരെ ലീക്സും റൂമേഴ്സും അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ വർഷം റിലീസ് ചെയ്യാൻ പോകുന്ന 16 സീരീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ബോറിംഗ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ എല്ലാവർക്കും തന്നെ ഇപ്പം റിലീസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ഞാൻ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുള്ള ലീക്സും റൂമേഴ്സും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാനുള്ളതുള്ളൂ. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത 15 സീരീസിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വിഷ്വലി അല്ലെങ്കിൽ ഡിസൈനിൽ അറ്റ്ലീസ്റ്റ് ഓൺ ഡിസൈനിൽ നമുക്ക് പറയാൻ സാധിക്കില്ല ഫോർ ദ കേസ് ഓഫ് ഐഫോൺ 16 Pro സീരീസ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ 16 Pro അല്ലെങ്കിൽ 16 സീരീസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഇയർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. കാരണം കഴിഞ്ഞ വർഷത്തെ 15 ഡിസൈൻ വൈസ് വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് എന്തായാലും നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഓൺ 16 Pro സീരീസ് എന്ന് പറയുന്നത്. കാരണം 16 നോർമൽ അതായത് 16ഉം 16+ കാര്യത്തിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഡിസൈനിലെങ്കിലും ഒരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസൈൻ തന്നെയാണ്. 16ലും 16+ലും ആയിരിക്കും ബാക്കിലെ ക്യാമറ മൊഡ്യൂൾ വരുന്നത്. നമുക്ക് പണ്ട് 10s അല്ലെങ്കിൽ അതിനു മുന്നേ 10ലും ഉണ്ടായിരുന്ന ആ ഒരു രീതിയിലാണ് ഒരൊറ്റ സിംഗിൾ വെർട്ടിക്കൽ ക്യാമറ മൊഡ്യൂളായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഈ വർഷം പ്രോ സീരീസിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ മിസ്സാക്കിയ ഒരു സംഭവം ഉണ്ട്. അതായത് പ്രോ എന്ന് പറയുമ്പോൾ പ്രീമിയം ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഷൈനി ആയിട്ടുള്ള ഈ ഒരു ഷാസി വരുമ്പോഴാണ്. ഈ വർഷം അതുകൊണ്ട് തന്നെ ടൈറ്റാനിയം തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ടൈറ്റാനിയം അലോയ് തന്നെ ആയിരിക്കും. എന്നാൽ അതിന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ് നടത്തി അതിനൊരു ഗ്ലോസി ഫീൽ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ടൈറ്റാനിയം ഫിനിഷ് ആയിരിക്കും ഈ വർഷം 16 Proയിലും 16 Pro Maxലും ആപ്പിൾ കൊടുക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അഡീഷണലി ഒരു പുതിയ കളറും, അതായത് റൂമേഴ്സുകൾ അനുസരിച്ച് പറയാൻ സാധിക്കുന്നത് അതൊരു റോസ് ഗോൾഡ് കളർ ആപ്പിൾ തിരികെ കൊണ്ടുവരുന്നത്. അതായത് ഐഫോൺ 6s നമ്മൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ കണ്ട ഒരു കളറാണ് റോസ് ഗോൾഡ്. ആ ഒരു സിമിലർ പാറ്റേണിലുള്ള ഒരു കളർ ആപ്പിൾ തിരികെ കൊണ്ടുവരുന്നു. 15 സീരീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കളേഴ്സിൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള മ്യൂട്ടഡ് ആയിട്ടുള്ള കളർ മാത്രം ഉള്ളത് കൊണ്ട് തന്നെ അത് സെയിലിനെ കാര്യമായിട്ടുള്ള രീതിയിൽ പ്രോ സീരീസിൻ്റെ കാര്യത്തിൽ ബാധിച്ചായിരുന്നു. എസ്പെഷ്യലി ചൈനയിലും മറ്റു പല രാജ്യങ്ങളിലും ഈ ഒരു ഫൺ കളേഴ്സ് ആപ്പിളിന് പ്രോ സീരീസിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ സെയിൽസിനെ അത് ബാധിച്ചതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ആപ്പിൾ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നീട് 16 സീരീസിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ് ആണ്. ഡിവൈസിൻ്റെ ഓവറോൾ ഡിസ്പ്ലേ, അതും എസ്പെഷ്യലി 16 Pro 16 Pro Max ഡിവൈസുകളിലേക്ക് വരുമ്പം ആപ്പിൾ ബെസൽ സൈസ് കുറയ്ക്കുന്നു, അതിലൂടെ ഡിസ്പ്ലേ സൈസ് കൂട്ടുന്നു എന്നുള്ളതാണ്. അതായത് 15 Pro സീരീസ് വരെ നമുക്ക് 6.1 ഇഞ്ച് ഡിസ്പ്ലേയിൽ നിന്ന് ആപ്പിൾ 16 Pro സീരീസിലേക്ക് വരുമ്പോൾ 6.3 ഇഞ്ച് എന്നുള്ള ആ ഒരു സൈസിലേക്ക് ഡിസ്പ്ലേ സൈസ് കൂട്ടുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 16 Pro Maxൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 6.7 നിന്ന് 6.9 ഇഞ്ചസിലേക്ക് ആപ്പിൾ ഡിസ്പ്ലേ മാറ്റുന്നു അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്നു. എന്നാൽ ഈ ഒരു അപ്ഗ്രേഡേഷൻ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ്സ് ഡിസ്പ്ലേയിൽ വരാൻ പോകുന്നത് ഡിവൈസിൻ്റെ ഓവറോൾ സൈസിൽ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലാതെ തന്നെ അതേ സൈസിൽ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ആ ബെസൽസിനെ ഷ്രിങ്ക് ഡൗൺ ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു ചേഞ്ച് ആപ്പിൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. പിന്നീട് 16 സീരീസിലേക്ക് വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വലിയൊരു ചേഞ്ച് അല്ലെങ്കിൽ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ക്യാമറയുടെ കാര്യത്തിലാണ്. അതിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിൽ യാതൊരു ചേഞ്ചും നിങ്ങൾ ഈ വർഷം എക്സ്പെക്ട് ചെയ്യേണ്ട. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഇതേ ക്യാമറ മൊഡ്യൂൾ തന്നെയാണ് കാണുന്നത്. 12 എനിക്ക് തോന്നുന്ന 11 മുതൽ ഇതേ ഡിസൈൻ. അതിൻ്റെ സൈസിൽ ഓരോ വർഷം കഴിയുന്തോറും കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് വലിയൊരു മൊഡ്യൂൾ വന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ നമ്മൾ ഇതിൻ്റെ ഡിസൈനിൽ വേറെ കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് കാണാൻ സാധിക്കുന്നില്ല. ഈ വർഷവും അത് തന്നെയാണ്. നമ്മൾ ഇതേപോലെ തന്നെ പ്രോ സീരീസിലേക്ക് വരുമ്പോൾ ഈ 3 ട്രിപ്പിൾ ലെൻസ് ക്യാമറ സെറ്റപ്പ് തന്നെയായിരിക്കും. അതിൻ്റെ അലോക്കേഷൻസും കാര്യങ്ങളും എല്ലാം സെയിം തന്നെ ആയിരിക്കും. പക്ഷേ ഇൻറ്റേർണലിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പുതിയൊരു സെൻസർ, ഇമേജ് സെൻസർ ആയിരിക്കും ആപ്പിൾ ഇതിൻ്റെ മെയിൻ സെൻസർ ക്യാമറയ്ക്ക് കൊടുക്കാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ ഡിവൈസുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ വർഷം 16 Pro സീരീസിൽ അതിൻ്റെ മെയിൻ ക്യാമറ സെൻസർ എന്ന് പറയുന്നത് പുതിയതും വളരെ ലാർജർ ആയിട്ടുള്ള ഒരു സെൻസർ ആയിരിക്കും, ഇമേജ് സെൻസർ ആയിരിക്കും. രണ്ടാമത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ അറിയാം, എസ്പെഷ്യലി രാത്രി കാലങ്ങളിൽ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ഐഫോണിൽ അത് ഏത് സീരീസും നിങ്ങൾ എടുത്ത് നോക്കിയോ ഇതിലെല്ലാം തന്നെ നമ്മൾ വീഡിയോ എടുത്താലും ഫോട്ടോ എടുത്താലും നമുക്കൊരു ഗ്ലെയർ, അതായത് അകലെ നിന്ന് ലൈറ്റൊക്കെ അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗോസ്റ്റ് ലൈറ്റിങ് നമുക്ക് മുകളിലോ അല്ലെങ്കിൽ സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ഈ വർഷം 16 Pro സീരീസിലേക്ക് അല്ലെങ്കിൽ ഓവറോൾ 16 മോഡൽസിലേക്ക് വരുമ്പോൾ ആപ്പിൾ പുതിയൊരു കോട്ടിംഗ് പ്രോസസ്സ്, അതായത് ഈ പറഞ്ഞ റിഫ്ലക്ഷനും അതോടൊപ്പം തന്നെ ഈ ഗോസ്റ്റിങ്ങും ഒഴിവാക്കുന്ന തരത്തിലുള്ള പുതിയൊരു ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ് ആപ്പിൾ ഓവറോൾ എല്ലാ ലെൻസുകളിലും ആപ്പിൾ
ആപ്പിൾ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പുതിയ പ്രോസസ്സിങ് ആപ്പിൾ എല്ലാ ലെൻസുകളും കൊടുക്കുന്നു എന്നാണ് നമുക്ക് ലീക്സും റൂമേഴ്സും സ്റ്റേറ്റ് ചെയ്യുന്നത്. മൂന്നാമത് പ്രോ സീരീസിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയൊരു ഇംപ്രൂവ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെലിഫോട്ടോ ലെൻസിന്റെ കാര്യത്തിലാണ്. അതായത് കഴിഞ്ഞ വർഷം 15 Pro Max സീരീസിൽ മാത്രമായിട്ട് ആപ്പിൾ കൊണ്ടുവന്നാണ് ഈ ഒരു ടെട്രാ പ്രിസം ലെൻസ് എന്നുള്ളത്, ടെലിഫോട്ടോ ലെൻസ്. അതായത് 5x ഒപ്റ്റിക്കൽ സൂം റേഞ്ച് ഉള്ള ആ ഒരു ടെട്രാ പ്രിസം ടെലിഫോട്ടോ ലെൻസ് ആപ്പിൾ 16 Proയിലും 16 Pro Maxലും കൊണ്ടുവരുന്നു. ഈ ഒരു മെയിൻ ക്യാമറയും ടെലിഫോട്ടോ ക്യാമറയും കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ ഫോട്ടോസ് ഒക്കെ എടുക്കാനും അതോടൊപ്പം മാക്രോ ഫോട്ടോസ് എടുക്കാനും നമ്മൾ കൂടുതലും ആശ്രയിക്കുന്ന ഒരു ലെൻസാണ് നമ്മൾ അൾട്രാ വൈഡ്. ഇതുവരെ ഉണ്ടായിരുന്ന അൾട്രാ വൈഡ് സെൻസർ എന്ന് പറയുന്നത് 12 MP സെൻസർ ആയിരുന്നു. എന്നാൽ 16 Pro സീരീസിലേക്ക് വരുമ്പോൾ ആപ്പിൾ പുതിയ 48 MP ഒരു സെൻസർ ആയിരിക്കും അൾട്രാ വൈഡിൽ കൊടുക്കാൻ പോകുന്നത്. രണ്ട് കാര്യങ്ങൾക്കാണ് ഇംപ്രൂവ്മെന്റ്സ് വരുന്നത്. ഈ ഒരു 48 MP അൾട്രാ വൈഡ് സെൻസർ വരുമ്പോൾ നമുക്ക് ഈ ഒരു 48 MP തന്നെ നമുക്ക് ഫുൾ സെൻസറും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാൻ സാധിക്കും, ഇമേജസ് എടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ആപ്പർച്ചറുള്ള ഒരു ലെൻസും കൂടെ ആയിരിക്കും ആപ്പിൾ 16 ലൈനപ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അടിപൊളി ഫോട്ടോസ് നമുക്ക് ഓവറോൾ ഈ ഫോണിൽ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു ഫോട്ടോസ് വീഡിയോസിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂട്ടാൻ വേണ്ടിയാണ് ആപ്പിൾ മറ്റൊരു അഡീഷണൽ ബട്ടണും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു ക്യാപ്ചർ ബട്ടൺ എന്ന് പറയുന്നത്. ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ നമുക്ക് പവർ ബട്ടൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ക്യാപ്ചർ ബട്ടൺ കൂടെ അഡീഷണലി ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ക്യാപ്ചർ ബട്ടൺ എല്ലാ 16 സീരീസിലും ഉണ്ടായിരിക്കും, ആപ്പിൾ കൊടുക്കുന്നതായിരിക്കും. കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, ഡിസൈനിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ആപ്പിളിന് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ആപ്പിൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മളെ ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയിലേക്ക് കുറച്ചും കൂടെ ഡെഡിക്കേഷൻ അല്ലെങ്കിൽ നമ്മളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആപ്പിൾ ഈ ഒരു പുതിയ ക്യാപ്ചർ ബട്ടൺ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രഷർ സെൻസിറ്റീവ് ആയിട്ടുള്ള ടാപ്റ്റിക് ഫീഡ്ബാക്കും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ക്യാപ്ചർ ബട്ടൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാപ്ചർ ബട്ടണിൽ നമ്മൾ പ്രഷർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റിയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്ന അനുസരിച്ചായിരിക്കും അത് ഫോട്ടോ ആയിരിക്കാം, വീഡിയോ ആയിരിക്കാം, ബേഴ്സ്റ്റ് മോഡിലായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയുള്ള രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് അതിൽ ഷൂട്ട് ചെയ്യാനും വീഡിയോസ് ഷൂട്ട് ചെയ്യാനും സാധിക്കുന്നത് എന്നുള്ളത്. ഇതോടൊപ്പം തന്നെ മാർക്ക് റൂമേഴ്സും മറ്റു പല സോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ iPhone 6s നമ്മൾ iPhone 7ലേക്കും 8ലേക്കും വന്നപ്പം ഒരു ചേഞ്ച് ആപ്പിൾ കൊണ്ടുവന്നത് അതിൻ്റെ ഫിസിക്കൽ ബട്ടൺ റിമൂവ് ചെയ്ത് അവിടെ സോളിഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള ബട്ടൺ ആപ്പിൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് ടാപ്റ്റിക് എഞ്ചിൻ്റെ ഫീഡ്ബാക്കിൽ നമ്മൾ അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ, പവർ ബട്ടണിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ടാപ്റ്റിക് എഞ്ചിൻ്റെ ഫീഡ്ബാക്കാണ് ലഭിക്കുന്നത്. അതൊരു ഫിസിക്കൽ ഫീലിംഗ് ആയിരിക്കും നമുക്ക് തരുന്നത്. എന്ന് പറഞ്ഞ പോലത്തെ ഈ ഒരു സെൻസിറ്റീവ് ഫങ്ഷനാലിറ്റി, അതായത് ക്യാപ്ചർ ബട്ടണിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ട ആ ഒരു പ്രഷർ സെൻസിറ്റിവിറ്റി മറ്റു ബട്ടൺസിലും ആപ്പിൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 16 സീരീസിൽ വരുന്ന നമ്മുടെ ഡിവൈസിൻ്റെ എല്ലാം ബട്ടൺസും നമുക്കൊരു ഫിസിക്കൽ ഫീലിംഗ് അതിൽ ടാപ്പ് ചെയ്യുമ്പം തരും. എങ്കിലും ഇതിന് ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഹാപ്റ്റിക് ഫീഡ്ബാക്കിലായിരിക്കും. അതായത് പ്രഷർ സെൻസിറ്റീവ് ആയിട്ടുള്ള ബട്ടൺസ് ആയിരിക്കും ഇതെല്ലാം. സോ ഫിസിക്കലി നമുക്ക് മൂവിങ് ആയിട്ടുള്ള പാർട്ടുകൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വാട്ടർ റെസിസ്റ്റൻസ് കേപ്പബിലിറ്റിയും നമ്മുടെ ഡിവൈസിന് ഈ വർഷം കൂടാനുള്ള ചാൻസസ് ഉണ്ട്. iPhone 16 സീരീസ് എന്ന് പറയുന്നത് ഓവറോൾ നോക്കുമ്പോൾ ഒരു അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡിവൈസിൻ്റെ ഇന്റർണലി അല്ലെങ്കിൽ ഓവറോൾ ഉള്ള ഡിസൈനിൽ കാര്യമായിട്ടുള്ള ചേഞ്ചോ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്സോ കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഈ വർഷം ഇറങ്ങാൻ പോകുന്ന സോഫ്റ്റ്വെയറുമായിട്ട് ആപ്പിൾ കുറേയധികം ഇംപ്രൂവ്മെൻറ്റ്സ്, എസ്പെഷ്യലി AI എന്നുള്ള ഏറ്റവും വലിയൊരു ടാക്ടിക് ആയിട്ടായിരിക്കും ആപ്പിൾ ഈ വർഷം iOS 18 എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആപ്പിളിൽ നിന്ന് നമ്മൾ ഇതുവരെ എക്സ്പെക്ട് ചെയ്യാത്ത മറ്റു പല ചേഞ്ചസും സോഫ്റ്റ്വെയർപരമായിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസിൽ കാണാൻ സാധിക്കും. എസ്പെഷ്യലി ഇതിനെ പവർ ചെയ്യാൻ പോകുന്നത് A18 Proയും A18 ആയിരിക്കും. A18 Pro എന്ന് പറയുന്ന പ്രോ സീരീസ് ഡിവൈസുകളിലും A18 എന്ന് പറയുന്നത് നോർമൽ നമ്മൾ 16ലും 16+ ആയിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ ഇംപ്രൂവ്മെൻറ്റ്സ് ഞാൻ പറഞ്ഞു AIക്കാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ന്യൂറൽ എഞ്ചിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ളൊരു ഇംപ്രൂവ്മെൻറ്റ്സ്, അതിൻ്റെ കോർ കൗണ്ടിൽ കാര്യമായിട്ടുള്ളൊരു ഇംപ്രൂവ്മെൻറ്റ്സ് നമുക്ക് ഈ വർഷം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും ന്യൂറൽ എഞ്ചിൻ്റെ കാര്യത്തിൽ. അതോടൊപ്പം തന്നെ റാമിൻ്റെ കാര്യത്തിലും ഇപ്പം ഇത്രയധികം AI ഫങ്ഷനാലിറ്റീസും ഫീച്ചേഴ്സും ആപ്പിൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പെർഫോമൻസ് അത്രയ്ക്കും അധികം പവർഫുൾ ആയിട്ടുള്ളൊരു ചിപ്പായിരിക്കും അല്ലെങ്കിൽ പ്രോസസ്സറായിരിക്കും A18ഉം A18 Pro എന്ന് പറയുന്നത്. സോ അങ്ങനെ നോക്കുമ്പം നമ്മൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ബാറ്ററി കൊടുത്തെന്ന് പറഞ്ഞാലും ഇപ്പോൾ ബാറ്ററിയുടെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഓൾറെഡി ലീക്ക് ചെയ്തായിരുന്നു. അത് നമ്മൾ മുന്നത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ അവിടെ വരാൻ പോകുന്ന ഏറ്റവും വലിയ ഇംപ്രൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ 15 സീരീസിൽ ഉണ്ടായിരുന്ന ആ ഒരു പരാതി, അതായത് ഹീറ്റിംഗ് എന്ന് പറയുന്ന ഇഷ്യൂ ആപ്പിൾ എന്തായാലും ഇതിൽ സോൾവ് ചെയ്യും. ആപ്പിൾ പുതിയൊരു ഗ്രാഫീൻ ഷീറ്റ്, കൂളിംഗ് ഷീറ്റ് ആയിരിക്കും ആപ്പിൾ 15 സീരീസിൽ ഇംപ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബാറ്ററിക്ക് ചുറ്റിനും ഒരു മെറ്റൽ കേസിങ്ങും ആപ്പിൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഹീറ്റിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി. സോ അങ്ങനെ നോക്കുമ്പം ഓവറോൾ ഡിവൈസിൻ്റെ കൂളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ആപ്പിൾ കാര്യമായിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് നമുക്ക് ഇന്റേണലി ഈ വർഷം എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയധികം ഡീറ്റെയിൽസ് ആണ് നമുക്ക് 16 സീരീസിനെ പറ്റി ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.